പ്രണവ് എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് ഇപ്പോഴാണ് നിധി എനിക്ക് ബോധ്യമായത്. എനിക്ക് പ്രണവിന്റെ നല്ല ഭാര്യയായിട്ട് ജീവിക്കാൻ തോന്നി. ഞാൻ ചെന്ന് കാല് പിടിച്ച പ്രണവ് അംഗീകരിക്കുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഓടി വന്നത്. പക്ഷെ എന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോയി. ഇനിയൊന്നും പ്രതീക്ഷിക്കാൻ എനിക്കില്ല. ചത്ത് കളയുന്ന തന്നെയാ നല്ലത്. 24 മണിക്കൂർ നീ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ ശിവാനി. നിനക്കൊരു നല്ല കാലം വരും, ആ ഉറപ്പ് എനിക്കുണ്ട്. തൽക്കാലത്തേക്ക് നീ ഒന്ന് സമാധാനപ്പെട്. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുന്നേ. എങ്ങനെ പരിഹാരം ഉണ്ടാവുന്ന നിധി പറയുന്നേ? പ്രണവ് ഒരിക്കലും എന്നെ അംഗീകരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ശിവാനി, പ്രണവിന്റെയോ പാർവതി അമ്മയുടെയോ മനസ്സ് അത്ര പെട്ടെന്നൊന്നും മാറില്ല. എങ്ങനെയെങ്കിലും പതുക്കെ പതുക്കെ ഞാൻ അവരെ മാറ്റിയെടുത്തോളാം. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നടക്കും, ഞാൻ നടത്തിയെടുക്കും. നിന്നെ ഈശ്വരമംഗലത്തേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് എന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ചില തന്ത്രങ്ങളൊക്കെ ഞാനും മെനയുന്നുണ്ട്. എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എന്നെ വിശ്വസിക്ക. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. ആവശ്യമില്ലാതെ ഒന്നും ചിന്തിക്കണ്ട. നീ പ്രണവിന്റെ ഭാര്യയായി ഈശ്വരമംഗലത്തിന്റെ മരുമകളായി അവിടേക്ക് തിരികെ വന്നിരിക്കും, ഉറപ്പ്. നീ ഇവിടെ വന്ന് സങ്കടപ്പെട്ടിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞാനിപ്പോ വന്നത്. നീ വിഷമിക്കാതിരിക്ക. താങ്ക്സ് നിധി. നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. നീ മാത്രമേ ഇപ്പൊ എനിക്ക് സഹായത്തിനുള്ളത്. അതൊന്നും കാര്യമാക്കണ്ട നീ. ദേ, ബുദ്ധിമോശം ഒന്നും കാണിക്കാതിരുന്നാ മാത്രം മതി. പറഞ്ഞത് കേട്ടല്ലോ മോളെ. നിധി പറയുന്നതനുസരിച്ച് ജീവിക്കാൻ നോക്ക്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നിധി, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അതൊന്നും വേണ്ട. അമ്മാവനെയും കൊണ്ട് ആശുപത്രി പോയിട്ട് അവരിതുവരെ വന്നില്ല അല്ലേ? ഞാനും കൂടി ചെല്ലാന്ന് പറഞ്ഞതാ മോളെ. ചന്ദ്രിക പറഞ്ഞു ശിവാനിയെ തനിച്ചാക്കി എങ്ങോട്ടും പോവണ്ടെന്ന്. അതുകൊണ്ടാ ഞാനിവിടെ നിന്നത്. അത് സാരമില്ല. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവിടെ അമ്മ അന്വേഷിക്കാൻ തുടങ്ങും. ഇറങ്ങട്ടെ ശിവാനി? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അമ്മായി, ഞാൻ ഇറങ്ങാം. അതെ, മതി മതി, ബാബാവിനെയൊക്കെ നിർത്ത്.